ഹെവൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ. നീ മറഞ്ഞല്ലോ എൻ കണ്ണീരിൽ പിറന്നല്ലോ എങ്ങെല്ലാമേ തിരഞ്ഞല്ലോ നീ എങ്ങോ പോയെന്താവോ ഓരോരോ വെണ്ണിലാവത്ത് ഏതേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ കൊണ്ടുവയ്ക്കുന്നത് മേഘമലയ്ക്കാണ്. മേഘമല എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ കുമളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സംഭവം ഒരു നമ്മുടെ മൂന്നാറും അല്ലെങ്കിൽ വയനാടൊക്കെ പോലുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ മേഘമല. ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് നൈസാണ്. നോർമലി നമ്മൾ തേയില കൃഷി അതൊക്കെ തന്നെയാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ അധികം ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലം കൂടിയാണ് ഈ മേഘമല എന്ന് പറയുന്നത്. നമ്മുടെ വെസ്റ്റേൺ കട്ട്സിൻ്റെ ഒരു ഭാഗം തന്നെയാണെങ്കിലും ഒരുപാട് അങ്ങനെ ആർക്കും അറിയാൻ പാടില്ല എന്ന് തോന്നുന്നു. കാരണം ഒരുപാട് വീഡിയോസൊന്നും ഞാൻ അതിനെ ബേസ് ചെയ്ത് കണ്ടിട്ടില്ല. പിന്നെ ഒന്ന് രണ്ട് വീഡിയോസ് ഉണ്ട്, നമ്മുടെ യാസിൻ ബ്രോ ഒക്കെ പോയി വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും നോർമലി അങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാത്തൊരു പ്ലേസ് ആയിട്ടാണ് മേഘമല എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഇതിന് മുമ്പ് ഒരു വട്ടം നമ്മൾ പോയിട്ടുണ്ട്, പക്ഷെ അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്ന രീതിയിൽ തന്നെയാണ് സെറ്റായാണ് പോകുന്നത്. നമ്മളിപ്പം കുമളിയിലാണ്. കുമളി ഇറങ്ങി നമ്മൾ ആ ഗട്ട്സ് എല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള സീനറി തന്നെ നൈസാണ്. നമുക്ക് പോകേണ്ട റോഡാട്ടോ ആ താഴെ കാണുന്ന സ്ട്രെയിറ്റ് റോഡ്. നമുക്ക് ഈ ഗട്ട് സെക്ഷനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ, നമ്മളൊരു വില്ലേജ് ടൈപ്പ് റൂട്ടാണ്. ഒരു സ്ട്രെയിറ്റ് റോഡ്, അധികം ട്രാഫിക്കൊന്നും ഇല്ലാതെ നൈസാണ്. നമുക്ക് വണ്ടിയുടെ ടോപ്പിൻ്റെ ഒക്കെ ഒന്ന് നോക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയ്ക്ക് നൈസ് റോഡാണ്. റോഡിൽ കുഴിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് മേഘമല ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. നല്ല മലകളും എല്ലാം വിസിബിളായി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മേഘമലയുടെ പാട്ട് തന്നെ ആയിരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ള് കൃഷിയാണ് കേട്ടോ. ഫുള്ള് ഈ തെങ്ങുംതോപ്പും വാഴത്തോപ്പും പിന്നെ ഈ വിൻഡ് മില്ല് തന്നെ ഒരുപാടുണ്ട്. ഓരോന്നിനും ഓരോ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നതാണ്. അതിന് ഓണറിൻ്റെ പേരാണോ വിൻഡ് മില്ലിൻ്റെ പേരിട്ടേക്കുന്നതാണോ എന്ന് അറിയാൻ പാടില്ല. ഓരോ വിൻഡ് മില്ലിനും ഓരോ പേരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ പോകുന്ന വഴി തന്നെ ഒരുപാട് വിൻഡ് മില്ല് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് മേഘമല ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തു കയറി. അവിടെ പോലീസുകാർ സീനാണ്. നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും കൊണ്ടിടരുത്, സിഗരറ്റ് അങ്ങനെ ലൈറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് മാറ്റി വെക്കാനൊക്കെ പറയും. നമുക്കിവിടെ വൈൽഡ് ലൈഫ് സാനിറ്ററി ആണ്, ടൈഗർ റിസർവ് എന്തൊക്കെയാണ്. അപ്പം ആനകളുണ്ട്, കടുവകളുണ്ട് എന്നാ പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ രാത്രി ഒന്നെങ്കിൽ സ്റ്റേ അല്ലെങ്കിൽ 5:30 മുമ്പ് നമ്മൾ തിരിച്ചിറങ്ങണം. കാരണം ഒരുപാട് കടുവ അറ്റാക്കും അല്ലെങ്കിൽ ആനകളുടെ അറ്റാക്കും ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുള്ളൊരു ഏരിയ കൂടെയാണിത്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ രാത്രി ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ. അതുപോലെ ഈ റോഡെന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറസ് ആണ്. രാത്രി നമ്മൾ ഇതൊന്നും പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, വളവുകളൊന്നും. അതുപോലെ നല്ല വളവുകളാണ്, എന്തോ 16-17 ഹെയർ പിൻസ് ഉണ്ട്. അപ്പം രാത്രി ഇത് കുറച്ച് പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ടാണ് അവർ 5:30 മുമ്പ് നമ്മൾ തിരിച്ചിറങ്ങണം എന്ന് പറയുന്നത്. ഇന്ന റൂട്ടിൻ്റെയൊക്കെ നല്ലൊരു ക്ലിയർ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതാണ് ആ മേഘം ആ മലയുടെ മണ്ടയ്ക്ക് വന്ന് ടോപ്പിൽ തട്ടിക്കുന്നുണ്ടോ. ജസ്റ്റ് കോടയായിരിക്കും അല്ലെങ്കിൽ കോടയാവും എന്നൊരു പ്രതീക്ഷയുണ്ട്. നമുക്ക് നോക്കാം മേളിൽ ചെല്ലുമ്പോൾ അറിയാം എങ്ങനെ അവിടുത്തെ കാലാവസ്ഥ. ഇപ്പം നല്ല ചൂടാണ്, നല്ല വെയിലുണ്ട്. പക്ഷെ മേളിൽ ചെന്നിട്ട് നമുക്ക് എങ്ങനെ എന്താ കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്ക് മേളിൽ ചെന്നിട്ട് നോക്കാം. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ, മേലെ വെൺമുകിലും കണ്ടേ, ഓരത്തൊരു മലരും നിൽപ്പേ, കളിപാടും കിളിയെ കണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. ക്ലൈമറ്റ് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ഗ്ലൗസൊക്കെ ഊരി മാറ്റി വെച്ചേക്കാം. കയറി വരുന്നതോറും ക്ലൈമറ്റൊക്കെ നന്നായിട്ട് മാറുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പമായിട്ടുണ്ട്.
എൻ്റെ കൈയൊക്കെ ഗ്ലൗസ് ഊരുണ്ടായിരുന്നു തോന്നുന്നുണ്ട്, അതുപോലെ തണുക്കുന്നുണ്ട്. ഈ ജാക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ തണുപ്പടിച്ച് കയറുന്നു. താഴെ കണ്ടാൽ ഞാൻ ആ വെയിൽ കണ്ടപ്പോൾ ഞാൻ വെച്ചു തീർന്നു, വെള്ളം മുട്ട വെയിലായിരിക്കും എന്ന് വെച്ചു. പക്ഷേ കൊള്ളാം, നൈസ് ക്ലൈമറ്റൊക്കെ മാറി വീട്ടിലെല്ലാം ക്ലൈമറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റൂട്ടും ഒരു രക്ഷയില്ല, ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ കയറുമെന്ന് പറഞ്ഞില്ല, അതുപോലെ ഹെയർ ബെൻസാണ് ഈ വെസ്റ്റേൺ ഘാട്സിലെ. ഇത്ര ഒരു എന്താ പറയുക, ഇത്ര ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ വേറെ പല സ്ഥലത്തും ഉണ്ടാകും, പക്ഷേ ഇത് വലിയ ട്രാഫിക് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ. എന്ന് പറഞ്ഞാൽ വണ്ടി വരും, വണ്ടി ഓപ്പോസിറ്റ് വരും, പക്ഷെ അത് എണ്ണത്തിൽ വളരെ കുറവാണ്. നിങ്ങൾ തന്നെ ഇപ്പോൾ കാണുന്നില്ല, ഈ റോഡ് ഭയങ്കര ഇതായിട്ട് കിടക്കുക, വിജനമായിട്ട് കിടക്കുന്നതെന്ന് തന്നെ പറയാം. ഒത്തിരി വണ്ടിയില്ല, നമുക്ക് പൊളിച്ചോടിച്ച് പോവാം. ഈ ഹോണൊക്കെ ഒന്ന് അടിച്ച് വളമൊക്കെ വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് പോകണം എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. സ്റ്റേ ചെയ്യാനാണെങ്കിൽ ഒരു PWD റെസ്റ്റ് ഹൗസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ PWD റെസ്റ്റ് ഹൗസ് വേണമെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ അവിടെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ റൂമെല്ലാം ബുക്ക് ചെയ്തിട്ട് വേണം. സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാനായിട്ട്. അല്ലാതെ ഇവിടെ വന്നിട്ട് റൂം നോക്കാനിരുന്ന് കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ വൈകുന്നേരം 5:30 മുമ്പ് നമ്മൾ തിരിച്ചിറങ്ങാൻ വേണം. സോ അതൊന്ന് നോക്കി വരിക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫുഡും കുറവാണ്, ഹോട്ടൽസ് എല്ലാം അതുപോലെ തന്നെ കുറവാണ്. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു ലാൻഡ്സ്കേപ്പ്. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ്, ഹൈവേസ് പോലീസ് സ്റ്റേഷൻ. നമ്മൾ ആ റൂട്ടിലൊന്ന് ഇറക്കി നോക്കണം. സീനെന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. വ്യൂ കണ്ടിട്ടാണ് ഞാൻ ഒന്ന് ഇറക്കി നോക്കാമെന്ന് വിചാരിച്ചത്. ഉണ്ടായിരുന്നു തടുക്കൊരു ചെറിയ കുളവൊക്കെ ആയിട്ട് കാണാൻ തന്നെ പൊളി. ഇപ്പോൾ ഈ താഴോട്ട് പോകുന്നത് എങ്ങനെയാണെന്നോ എന്താണെന്നൊന്നും അറിയില്ല. അങ്ങ് പോകാൻ മുടിയുമോ ഉള്ളേ? അങ്ങ് പോകാൻ മുടിയാതെ அப்படியா? എടാ അങ്ങോട്ട് കേട്ടില്ല. ഗ്രാമത്തിന്റെ തലവന്മാര് പണി വരും, അങ്ങോട്ട് കയറാൻ പാടില്ല. വാ. പിന്നെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഉള്ള ടൈപ്പ് വീടുകളാണ്, ഈ പ്രേത സിനിമയിലൊക്കെ കാണുന്ന പോലെ ടൈപ്പുള്ള വീടുകളാണ് ഇവിടെ ഈ റൂട്ടിലൊക്കെ കാണാനുള്ളത്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ആ ടൈമിൽ വന്ന് ഉണ്ടാക്കി വെച്ച വീടുകളും അതൊക്കെ ആയിരിക്കും ഇപ്പോൾ ആൾക്കാർ റിനോവേറ്റ് ചെയ്തൊക്കെ എടുത്തതായിരിക്കും. പക്ഷെ കാണാൻ പുറത്തുനിന്ന് കാണാനുള്ള എക്സ്റ്റീരിയർ ലുക്ക് ഭയങ്കര അപാരമാണ്. ക്യാമറ ഓഫ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒന്ന് ക്യാമറയ്ക്കകത്തൊന്ന് ഓൺ ചെയ്ത് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് എന്തെങ്കിലും ഒരു വ്യൂ കിട്ടി റെക്കോർഡിങ് ഓഫ് ചെയ്താൽ അപ്പം തന്നെ അടുത്ത വ്യൂ വരും. എനിക്ക് മിക്കവാറും എൻ്റെ ക്യാമറയുടെ ബട്ടണെല്ലാം കൂടെ പൊളിഞ്ഞു പോകും. അതുപോലത്തെ വ്യൂ ആണ് ഇവിടെ. ഹെവൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ. നീ മറഞ്ഞല്ലോ, എൻ കണ്ണീരിൽ പിറന്നല്ലോ, എങ്ങെല്ലാമേ തിരഞ്ഞല്ലോ, നീ എങ്ങോ പോയെന്താവോ ഓരോരോ പെണ്ണിലാവത്ത് ഏതേതോ പൊൻകിനാവത്ത് എന്നെഞ്ച തൊന്നണഞ്ഞാൽ മൺചിരാതായി നീ തെളിഞ്ഞാലോ. അവിടുന്ന് തിരിച്ചിറങ്ങിയേക്കാണ്. നമ്മൾ താഴേന്ന് നമ്മളോട് പറഞ്ഞ ആൾ പറഞ്ഞ് തള്ളി മറിച്ച പോലെ ഒന്നുമില്ല വ്യൂ പോയിന്റ്. ജസ്റ്റ് കാണാം, നമുക്ക് തേനി, കമ്പം, ഗൂഡല്ലൂർ അങ്ങനെ സ്ഥലങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷേ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞത് ഭയങ്കര തണുപ്പാണ്, ഭയങ്കര ഇതാണെന്നൊക്കെ. പക്ഷേ തണുത്ത കാറ്റുണ്ട്, അത്യാവശ്യം നല്ല തണുത്ത കാറ്റാണ്. പക്ഷേ വെയിലാണ്. ഇപ്പം വെയിലടിക്കുന്നതിൻ്റെ ഒരു ചെറിയ ചൂടുണ്ട്. ബാക്കി അവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ തന്നെയാണ്. പിന്നെ നല്ല പൊക്കത്തിലുമാണ് നിൽക്കുന്നത്. അപ്പം ആ സിറ്റിയെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കാണാനും മേളിൽ നിന്നുള്ള വ്യൂവും നൈസാണ്. ആ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ വലിയ ഗുമ്മല്ല. ചിലപ്പോൾ കോടയെല്ലാം കൂടെ കയറി വന്നു കഴിഞ്ഞാൽ കാണാൻ നൈസായിരിക്കും. ചിലപ്പം കോട വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ താഴത്തെ ആ ഏരിയാസൊക്കെ കാണാനും ചിലപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പം ഇപ്പം പക്ഷേ ഈ ഒരു വെയിലിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ വന്ന പോലെ ഉള്ള സംഭവങ്ങളൊന്നും കാണാൻ പറ്റിയില്ല എന്ന് വേണം പറയാൻ.
അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പം ഇറങ്ങുകയാണ്. അപ്പം അത്രത്തോളം തന്നെ ഉള്ളൂ നമ്മുടെ ഈ മേഘമല വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുറച്ചുകൂടെ ഞാൻ ബെറ്റർ ആക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് പറയാവുന്നതാണ്. ഞാൻ എൻ്റെ സംസാരിക്കുന്ന ശൈലി മാറ്റണോ, അതോ ഞാൻ എൻ്റെ വേറെ എന്താണ് മാറ്റുന്നത്, ക്യാമറയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അതോ ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതോ സിനിമാറ്റിക് ഷോട്ട്സ് കൂടുതൽ വേണോ കുറച്ച് വേണോ, അങ്ങനെ എന്തും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഞാൻ കമൻ്റ് എല്ലാം ഞാൻ വായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മേഘമലയെ പറ്റി എനിക്ക് പറഞ്ഞു തരണമെങ്കിൽ പറഞ്ഞുതരാം. അപ്പം എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്കും പഠിക്കാം. അപ്പം നമുക്കൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെ നമുക്ക് അങ്ങനെ അങ്ങ് പോകാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയാൽ നമ്മൾ വണ്ടികളുടെ റിവ്യൂവും ഇതുപോലുള്ള സ്ഥലങ്ങൾ ട്രിപ്പും ഒക്കെയാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് ഒരുപാട് പൊളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം ക്ലാരിഫിക്കേഷൻസോ കാര്യങ്ങളോ വേണ്ടവർ കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് നിൽക്കുക. അപ്പം അത്രത്തോളം തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് സൈനിങ് ഓഫ് ഫ്രം ഷാഹിദ്. ഒരു സൺസെറ്റിൻ്റെ ടൈമായി, പക്ഷേ വ്യൂ കണ്ടോ, സൺസെറ്റ് ആയിട്ട് തന്നെ എവിടെ നോക്കിയാലും വ്യൂ എന്ന് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ?